നിങ്ങൾ ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, അതായത് കൺസീവ് ആവാനുള്ള കറക്റ്റ് പ്രായം അല്ലെങ്കിൽ ഹെൽത്തി ആ പ്രായം ബാരിയർ പറയുന്നത് ഏത് പ്രായം മുതൽ ഏത് പ്രായം വരെയാ? Usually they will say ഒരു 35 താഴെ, like somewhere between 25 to 35 is a good age. അത് കഴിഞ്ഞ പ്രഗ്നന്റ് ആവാൻ പറ്റൂല എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്നുമില്ല, പറ്റും. പക്ഷേ ചില കേസസിൽ നമുക്ക് കൺസീവ് ആവാൻ ബുദ്ധിമുട്ട് വരാം. കൺസീവ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കോമൺ ജനറ്റിക് ഡിസോർഡേഴ്സ്, ഡൗൺ സിൻഡ്രോം, അങ്ങനത്തെ റിസ്ക് കുറച്ച് കൂടുതലാണ്. പിന്നെ ഈ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ബാക്കി കോംപ്ലിക്കേഷൻസ്, അമ്മക്ക് വരുന്ന കോംപ്ലിക്കേഷൻസ്, ഷുഗറും BP-യും, ബേബിക്ക് വളർച്ച കുറവ്, അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് വരാൻ റിസ്ക് കൂടും. അപ്പം നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നാച്ചുറലി കൺസീവ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഹൈ റിസ്ക് ഗ്രൂപ്പ് കാറ്റഗറിയിൽ വരും. അപ്പോൾ പിന്നെ ആവശ്യമില്ലെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ അങ്ങനത്തെ പ്രഗ്നൻസീസ് മുന്നോട്ട് കൊണ്ടുപോകണം. സോ ദാറ്റ് ഈസ് ഓൺലി തിങ്. അതർവൈസ് ഒരു കറക്റ്റ് ഏജിന് പറഞ്ഞ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. പക്ഷെ ഡെഫിനറ്റ്ലി ബിഫോർ 35 വുഡ് ബി എൻ ഐഡിയൽ സിനാരിയോ. ഓക്കെ, 35-ന് മുന്നേ. അതെ അല്ലെ? ഇപ്പൊ ഈ പറഞ്ഞതുപോലെ നല്ല ക്വാളിറ്റി എഗ് ഉള്ള നമ്മുടെ ശരീരം ഏറ്റവും ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയം എന്ന് പറയുമല്ലോ, നമ്മൾ ഈ 35-ന് മുന്നേ ഉള്ള അങ്ങനെ ജനിച്ച ഒരു കുട്ടിയും നാച്ചുറലി ഹെൽത്തി ആയി ജനിച്ച ഒരു കുട്ടിയും അത് കഴിഞ്ഞ് 35-ന് ശേഷം വളരെ ഹെൽത്തി ആയിട്ട് ജനിച്ച നാച്ചുറലി ജനിച്ച ഒരു കുട്ടിയും തമ്മിൽ ഹെൽത്തിൽ വ്യത്യാസം ഉണ്ടാവുമോ? അവരുടെ ബേസിക് ഹെൽത്തിൽ? അത് പേരൻസിന്റെ പെർസെപ്ഷൻ അനുസരിച്ചിട്ടാണ്. എന്നുവെച്ചാൽ ചില അമ്മമാർ അല്ലെങ്കിൽ ഗ്രാൻഡ് മദേഴ്സ് ഒക്കെ വീട്ടിൽ പറയുമല്ലോ, അയ്യോ എൻ്റെ കൊച്ചു ഒന്നും കഴിക്കുന്നില്ല, ആള് ഭയങ്കര തിന്നായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു സന്തോഷമില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചോളം ആ കുട്ടി അൺഹെൽത്തിയാണ്. പക്ഷേ ആ കുട്ടി എല്ലാം ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കളിക്കുന്നുണ്ട്, നന്നായിട്ട് ക്ലാസ്സിൽ പെർഫോം ചെയ്യുന്നുണ്ട്, സമയത്താണ് ഭക്ഷണം കഴിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ 35-ന്റെ മേലെ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞാൽ ആ കുട്ടി അത്ര ഹെൽത്തി ഉണ്ടാവില്ല. അതേ സമയത്ത് ബിഫോർ 35 ഞാൻ പ്രസവിച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടി 100% ഹെൽത്തി ആവും, അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഇല്ല. ലോട്ട് ഓഫ് ഇറ്റ് ഇസ് നമ്മുടെ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ എൻവയൺമെൻറ്റും നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം, അതനുസരിച്ചിട്ടാണ് നമ്മുടെ കുട്ടികൾ വളരുക. അപ്പോൾ അങ്ങനത്തെ കുറേ ഫാക്ടേഴ്സ് അതിൽ പ്ലേ ചെയ്യും. സോ ദർ ഇസ് നോ ഡെഫിനറ്റ് ക്രൈറ്റീരിയ. അങ്ങനെ ഇന്ന് പ്രായമുള്ള മദറിൻ്റെ ബേബി 100% ഹെൽത്തി ആയിരിക്കും, അങ്ങനെ ആവുന്നില്ല. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ഫ്രം ദി സോഷ്യൽ പെർസ്പെക്റ്റീവ്, ഇപ്പോൾ ലക്ഷറി വൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് കിഡ് സെക്കൻഡ് കിഡ് എപ്പോഴും ഫസ്റ്റ് കിഡിനും സെക്കൻഡ് കിഡിനും നോക്കുകയാണെങ്കിൽ സെക്കൻഡ് കിഡ് ഹാവ് മോർ ലക്ഷറീസ് ദാൻ ദ ഫസ്റ്റ് കിഡ്. എന്ന് വെച്ചാൽ പാരൻസ് കുറച്ചുകൂടി സെറ്റിൽഡ് ആയിരിക്കും, കരിയർ വൈസ് സെറ്റിൽഡ് ആയിരിക്കും. അപ്പോൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ദ സെക്കൻഡ് കിഡ് ഇസ് ഹാവിങ് മച്ച് മോർ അഡ്വാൻറ്റേജസ് ദാൻ ദി ഫസ്റ്റ് കിഡ്. അപ്പം അങ്ങനെ നമ്മൾ ഒരു കുട്ടി 35-ന് ശേഷം ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ആസ് ഫാർ ആസ് നമ്മൾ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തെല്ലാം ഓക്കെയാണ്, നോർമൽ ഹെൽത്തി ബേബി ആയിട്ടാണ്. പ്രശ്നങ്ങളൊന്നും. ഈ ഇപ്പൊ നമ്മള് ഡോക്ടർ നേരത്തെ പറഞ്ഞില്ല, ഈ ആന്റിബോഡീസ് ഡെവലപ്പ് ചെയ്ത് ഓട്ടോ ഇമ്മ്യൂൺ പ്രശ്നങ്ങൾ വരുന്നത്. ആക്ച്വലി കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കസിൻ പറഞ്ഞിരുന്നു, അതായത് ഷീസ് ഓ നെഗറ്റീവ്. അപ്പോൾ ഡോക്ടറെ കൊണ്ടേ കാണിച്ചപ്പോൾ കുട്ടിക്ക് ഇതുപോലെ ഹാർട്ട് ബീറ്റിന് ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്തോ ഒരു ഇഞ്ചക്ഷൻ എടുത്തു, എന്നിട്ട് ദേ വെയിറ്റ്, അത് കഴിഞ്ഞ് അങ്ങനെ എന്തോ ഒരു പ്രോസസ്സ്. ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഓ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ആളുകൾക്ക് അങ്ങനെ ഒരു റിസ്ക് ഉണ്ടോ? അത് ആക്ച്വലി ചെറിയൊരു ഡിഫറെൻറ്റ് പ്രശ്നമാണ്. അതായത് ചില സമയത്ത് മദറിന് ഓ നെഗറ്റീവ് അല്ല, നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും, ഫാദർ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ വെൻ ദ മദർ ഇസ് പ്രഗ്നന്റ്, ബേബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ ചില സമയത്ത് ഇവരെ തമ്മിൽ ഒരു ബ്ലഡ് എക്സ്ചേഞ്ച് ഉണ്ടാവാം. അതായത് അമ്മയ്ക്ക് ചെറിയൊരു ബ്ലീഡിങ് വന്നു, അല്ലെങ്കിൽ അപ്പോൾ ഈ പ്ലാസെൻറ്റ വഴി അവരെ തമ്മിൽ ചെറിയൊരു എക്സ്ചേഞ്ച് ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ ആ പോസിറ്റീവ് ബ്ലഡ് സെൽസ് ബേബീൻ്റെ മദറിൻ്റെ ബ്ലഡായിട്ട് മിക്സ് ആയിക്കോളും. പക്ഷേ മദറിൻ്റെ ബ്ലഡിൽ ശരിക്കും നെഗറ്റീവ് സെൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പോസിറ്റീവ് സെൽസ് മദറിൻ്റെ ബ്ലഡ് റെക്കഗ്നൈസ് ചെയ്യുന്നത് ഒരു ഫോറിൻ ബോഡി ആയിട്ടാണ്. അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അത് അഗെയിൻസ്റ്റ് നമ്മൾ ഫൈറ്റ് ചെയ്യും. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടല്ലോ, ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റിബോഡീസ് ഉണ്ടാക്കും. പക്ഷെ അങ്ങനെ ഒരു പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബേബീൻ്റെ സെൽസിനെ നശിപ്പിക്കാൻ തുടങ്ങും. അതാണ് നമ്മൾ പറയും RH ഐസോഇമ്മ്യൂണൈസേഷൻ. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ മദേഴ്സിന് നമ്മൾ നേരത്തെ തന്നെ ഈ ആൻറ്റി-D ഗ്ലോബുലിൻ പറഞ്ഞിട്ടൊരു ഇഞ്ചെക്ഷൻ ഉണ്ട്, അത് നമ്മൾ കൊടുക്കും. അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അത് കൊടുത്താൽ 100% ഉണ്ടാവില്ല, അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എന്നാലും അതിൻ്റെ റിസ്ക് നമുക്ക് ടു എ ഗ്രേറ്റർ എക്സ്റ്റെൻറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അതൊരു ഡിഫറെൻ്റ് ഒരു ഇതാണ്. അഗെയിൻ അത് കറക്റ്റ് സമയത്ത് കണ്ടുപിടിക്കാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബേബിക്ക് അങ്ങനെ ഒരു പ്രോസസ്സ് വരണുണ്ടെങ്കിൽ, അതേതാ മദറിൻ്റെ ആൻറ്റിബോഡീസ് ബേബീൻ്റെ ബ്ലഡിനെ നശിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ലൈക്ക്
നമ്മുടെ വലിയ ആൾക്കാർക്ക് ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം വരും, അനീമിയ വരും. സോ ദ സെയിം പ്രോസസ് ഹാപ്പൻസ് ഇൻ ദ ബേബി. ഈ ബേബിന്റെ ബ്ലഡ് സെൽസ് ഡിസ്ട്രോയ് ആകുമ്പോൾ കുട്ടി അനീമിക് ആവും. അപ്പൊ കറക്റ്റ് ടൈം നമ്മുടെ സ്കാനിങ്ങിൽ അത് കണ്ടുപിടിച്ചാൽ നമുക്ക് ബേബിക്ക് വയറിന്റെ അകത്തിരിക്കുന്ന സമയത്ത് ഇഫ് യു ഗിവ് സം ബ്ലഡ്, അത് ബേബീനെ ഹെൽപ്ഫുൾ ആയിരിക്കും, ബേബീനെ സഹായിക്കും. ഹീമോഗ്ലോബിൻ നോർമൽ ലെവൽസിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് ടേം വരെ കൊണ്ടുപോയിട്ട് അവർക്ക് ഒരു ഹെൽത്തി ബേബി ആയിട്ട് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ മദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ചേഞ്ച് ആവോ ഫോർ എ പീരീഡ് ഓഫ് ടൈം? അങ്ങനെയുണ്ടോ? ഇല്ല, മദറിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ചേഞ്ച് ആവില്ല. മദറിന്റെ ബ്ലഡിന്റെ അകത്ത് ബേബീന്റെ ബ്ലഡിന്റെ മിക്സിംഗ് ആയ കാരണം അവർ ആന്റിബോഡീസ് ഉണ്ടാക്കുകയാണ്. സോ അത് ഫീറ്റസിന്റെ നമ്മുടെ ബേബീന്റെ ബ്ലഡ് സെൽസിനെ നശിപ്പിക്കും. കാരണം ബേബി പോസിറ്റീവ് ആണല്ലോ, മദർ നെഗറ്റീവ് ആണ്. അപ്പോൾ എന്തെങ്കിലും അവർ തമ്മിൽ ഒരു എക്സ്ചേഞ്ച് നടത്തി കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് ബ്ലഡ് സെൽസ് കുറച്ച് അമ്മന്റെ ബ്ലഡിൽ പോകും. പക്ഷെ അമ്മന്റെ ബ്ലഡ് നെഗറ്റീവ് ആയതുകൊണ്ട് അതൊരു ഫോറിൻ ബോഡി ആയിട്ട് അത് ഡിറ്റക്ട് ചെയ്യും. ഇപ്പൊ നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു ഫോറിൻ ബോഡിയാണ്. അപ്പൊ നമ്മുടെ ബോഡി ഇമ്മ്യൂൺ സിസ്റ്റം വർക്ക് ചെയ്യും. അപ്പൊ അതുപോലെ തന്നെ അമ്മന്റെ ആ ബ്ലഡ് സെൽസിന്റെ ഇമ്മ്യൂൺ സിസ്റ്റം ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോസിറ്റീവ് ബ്ലഡ് സെൽസിന്റെ അഗേൻസ്റ്റ് ആന്റിബോഡീസ് ഉണ്ടാക്കും. പക്ഷേ ഈ ബ്ലഡ് സെൽസ് ഇപ്പൊ ബേബിന് മദറിലോട്ട് വന്നു, അതുപോലെ തന്നെ മദറിന് ബേബിയിലോട്ട് പോവാം എക്സ്ചേഞ്ച്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ബേബിന്റെ ബ്ലഡ് സെൽസിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ കുറയും, ബേബിക്ക് അനീമിയ വരും. ഇത് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബേബിക്ക് ക്ഷീണം പറഞ്ഞത് ബേബിന്റെ ബോഡിന്റെ ചുറ്റും നീര് വരും. നമ്മളിത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് തനിയെ നിന്ന് പോകും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കേസസ് അഗെയിൻ ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് പറഞ്ഞത്. നമ്മൾ ഇടയ്ക്ക് സ്കാൻ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും അങ്ങനത്തെ എന്തെങ്കിലും സൈൻസ് ബേബിയിൽ നമ്മൾ കാണുന്നുണ്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ കറക്റ്റ് സമയത്ത് നോക്കിയിട്ട് നമ്മുടെ ബേബീൻ്റെ അംബലിക്കൽ കോഡ് പോക്കൽ കുടി വഴി നമ്മൾ കുറച്ച് ബ്ലഡ് കൊടുക്കും. ആൻഡ് ദെൻ അഗെയിൻ ദ ബേബീസ് ഹീമോഗ്ലോബിൻ ഇസ് മെയിൻറ്റെയിൻഡ് അറ്റ് എ നോർമൽ ലെവൽ. അപ്പം അങ്ങനെ ആകുമ്പോൾ അങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കറക്റ്റ് ടൈമിൽ നമുക്ക് അവരെ പ്രസവിപ്പിക്കാം. അപ്പൊ ഈ രണ്ട് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആളുകൾ തമ്മിൽ കുട്ടികൾ ഉണ്ടാവുന്നതിൽ റിസ്ക് ഉണ്ടോ? എല്ലാ പ്രാവശ്യം ബേബി പോസിറ്റീവ് ഉണ്ടാവുന്നില്ല, ബേബിക്ക് ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ഉണ്ടാവാം. അപ്പൊ ഇതിന്റെ പ്രസക്തി ഒന്നുമില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ നമുക്ക് വയറിന്റെ ഉള്ളിലിരിക്കുന്ന കുട്ടീന്റെ ബ്ലഡ് ഗ്രൂപ്പ് നോക്കാനുണ്ടെങ്കിൽ നമ്മുടെ ആ പോക്കൽ കൂടി കുത്തിയിട്ട് സൂചി കുത്തിയിട്ട് ആ ബേബിന്റെ ബ്ലഡ് എടുക്കണം. ദാറ്റ് ഈസ് എൻ ഇൻവേസീവ് പ്രൊസീജിയർ. അങ്ങനെ ചെയ്യുമ്പോൾ അബോർഷന്റെ റിസ്ക് ഉണ്ട്. സോ അതിന്റെ പകരം നമ്മുടെ സ്കാൻ വഴിയാണ് അത് നോക്കുന്നത്. ഇപ്പോൾ പുതിയൊരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബേബിന്റെ DNA സെൽസ് മദറിന്റെ ബ്ലഡിൽ തന്നെ നോക്കിയിട്ട് ബേബിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്യാം. പക്ഷെ അത് കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ്. ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. അതർവൈസ് നമുക്ക് ഈ സ്കാനിൽ നോക്കിയിട്ട് യൂഷ്വലി ഫസ്റ്റ് പ്രഗ്നൻസിയിൽ സാധ്യത കുറവാണ്. ആസ് ദ നമ്പർ ഓഫ് പ്രഗ്നൻസീസ് ഗോ അപ്പ് ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് വരാനുള്ള റിസ്ക് കൂടും. സോ അങ്ങനെ നമുക്ക് സ്കാൻ വഴി ഫോളോ അപ്പ് ചെയ്തിട്ട് ബ്ലഡ് ടെസ്റ്റ്സ് മദറിന്റെ നോക്കിയിട്ട് നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ ഒരു പ്രഗ്നൻസിയിൽ മദറിന് കുട്ടിക്ക് പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ സെക്കൻഡ് പ്രഗ്നൻസിയിൽ നമ്മൾ അതിന് മുന്നേ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ സെക്കൻഡ് പ്രഗ്നൻസി വരുമ്പോൾ? ഡെഫിനറ്റ്ലി. അത് ഡിപ്പെൻഡ്സ് ഓൺ പ്രീവിയസ് പ്രഗ്നൻസിയിൽ എന്തായിരുന്നു പ്രശ്നം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനൊരു ഫീവറായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് 10 ദിവസമായിട്ട് ഫീവർ ഉണ്ട്, ഡോക്ടർ എനിക്ക് മരുന്ന് തരും. ഡോക്ടർ ഡയറക്റ്റ്ലി ഒരിക്കലും എനിക്കൊരു മെഡിസിൻ തരില്ല. ടൈഫോയിഡിന്റെ ടെസ്റ്റ് ചെയ്ത് നോക്കും, മലേറിയ നോക്കും, ഡെങ്കി നോക്കും, കുറച്ച് മുമ്പാണെങ്കിൽ കോവിഡും നോക്കായിരുന്നു. അതനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അപ്പൊ നേരത്തെ നമ്മൾ ഈ ജീൻ പൂൾ സംസാരിച്ചില്ലേ, അപ്പോൾ ഒരു പ്രീവിയസ് ബേബിക്ക് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അവരുടെ ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് സമയത്തിന് അവരെ കാണിക്കുന്നില്ല, ഡിലേഡ് ആയിപ്പോയി. ഒത്തിരി കണ്ടീഷൻസിൽ അങ്ങനെ വരാം. സോ ഇറ്റ് ഈസ് ജസ്റ്റ് എ സിംറ്റം. പക്ഷെ അത് ഏത് അസുഖങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ കാണുന്നുണ്ടോ ആദ്യം നമ്മൾ അത് കണ്ടുപിടിക്കണം. അതിന് നേരത്തെ പറഞ്ഞത് അങ്ങനത്തെ ഡിസീസസ് നമ്മുടെ ഹിസ്റ്ററി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംശയം നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ പ്രഗ്നന്റ് ആയി കഴിഞ്ഞിട്ടല്ല നമ്മൾ അതൊക്കെ നോക്കേണ്ടത്. പ്രഗ്നന്റ് ആവുന്ന മുമ്പ് നമുക്ക് ഈ പ്ലാനിങ് വേണം. കാരണം ഈ ജനറ്റിക് ടെസ്റ്റ് എല്ലാം കുറച്ച് സമയം എടുക്കും അതിൻ്റെ റിസൾട്ട്സ്. പിന്നെ ചിലപ്പോൾ നമ്മുടെ ബേബീനെ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേരൻസിനെ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അവരെ ഗ്രാൻഡ് പേരൻസ്, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ് എല്ലാവരും ഇവാലുവേറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. സോ അത് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ പ്രീവിയസ് ബേബി അല്ലെങ്കിൽ ആരെങ്കിലും റിലേറ്റീവ്സ് അങ്ങനത്തെ ഹിസ്റ്ററി ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന മുമ്പ് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 months മുമ്പ് തന്നെ നമ്മുടെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് എല്ലാ റിപ്പോർട്ട്സൊക്കെ ഷെയർ ചെയ്തിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം. ബിക്കോസ് വൺസ് നമുക്ക് ആ ജനറ്റിക് കൺഫർമേഷൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രഗ്നൻസിയിൽ അവരെ സഹായിക്കാൻ പറ്റും.
മനസ്സിലായി. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും റിസ്ക് ഫാമിലി ഹിസ്റ്ററിയിൽ ഉൾപ്പെടെ ഉള്ള ആളുകളാണെങ്കിൽ അതെ, പ്രഗ്നന്റ് ആവാൻ പ്ലാൻ ചെയ്യുന്നതിന് 2-3 months മുമ്പ് മുന്നേ അവരെ വരണം. ഒരു എക്സ്പെർട്ടിനെ കാണണം എന്നല്ലേ? അതെ. ഓക്കെ, നമ്മള് സ്കാൻ ചെയ്യുമ്പോൾ പ്രഗ്നൻസിയിൽ 3rd month തൊട്ട് സ്കാൻ ഉണ്ട്, 3rd ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്, 9 ഉണ്ട് അല്ലെ? ഇഫ് ഐ എം നോട്ട് റോങ്, അങ്ങനല്ലേ? അല്ല, അത്ര വേണ്ട. പിന്നെ നോർമലി ഇഫ് യു ആർ ഇൻ എ ലോ റിസ്ക് ഗ്രൂപ്പ് 3rd ഉണ്ട്, 5th month സ്കാൻ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 3rd trimester 2 സ്കാനിൽ മേ ബി യു ക്യാൻ സ്കിപ്പ് 1. നെസസറി അല്ല രണ്ടും ചെയ്യാൻ. പക്ഷേ മോസ്റ്റ് പീപ്പിൾ ഗോ ഫോർ 2 scans. ഈ 3rd month സ്കാനും 5th month സ്കാനും 3rd trimester 1 സ്കാൻ കമ്പൽസറി ആണ്. ഓക്കെ, ഈ 3rd trimester ചിലവർ 2 സ്കാൻ ചെയ്യും ഫോർ ഡിഫറെൻറ്റ് റീസൺസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഒരു എഡീഷണൽ സ്കാനും കൂടിയും വരും. അല്ലെങ്കിൽ 3 സ്കാനാണ് യൂഷ്വലി നമ്മൾ പറയുക ഇൻ പ്രഗ്നൻസി. പിന്നെ ക്ലിനിക്കിൽ എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ വീണ്ടും സ്കാനുകൾ വരും. ഇപ്പോൾ ചെക്കപ്പിന് പോകുമ്പോൾ ബേബിക്ക് സൈസ് പോരാ, അല്ലെങ്കിൽ കുട്ടി വിചാരിച്ചത്ര അനങ്ങുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ വേറെ എക്സ്ട്രാ സ്കാൻസ് വരും. പക്ഷെ അതർവൈസ് ഒരു 3 scans വുഡ് ബി ഗുഡ് ഇനഫ്. ഈ 3 സ്കാനും ഒരേ ക്രൈറ്റീരിയയിൽ ചെയ്യുന്നതാണോ, അതോ 3 സ്കാനും ഡിഫറെന്റ് ഇതാണ്? 3 സമയത്ത് 3 ഡിഫറെൻറ്റ് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം എല്ലാ സ്കാനിലും നമ്മൾ ബേസിക്കലി കുട്ടിക്ക് എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കും. അതൊരു ജനറൽ കാര്യമാണ്. ചില കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് 3-ാം മാസത്തിൽ അറിയാൻ പറ്റും. ഈ ഞാൻ പറഞ്ഞ പോലെ സ്ക്രീനിങ് ചെയ്യുന്നത്, പ്രഗ്നൻസി മുന്നോട്ട് പോയാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമില്ല എന്നറിയാം. 5-ാം മാസത്തെ സ്കാനിൽ പ്രൈമറിലി കുട്ടിയുടെ സ്ട്രക്ചറൽ മാൽഫർമേഷൻസ് ആണ് നോക്കുന്നത്. കുട്ടിക്ക് എന്തെങ്കിലും അംഗവൈകല്യങ്ങളുണ്ടോ ഇല്ലെന്നാണ് 5-ാം മാസത്തിൽ നോക്കുന്നത്. 3-ാം മാസത്തിൽ 2 കാര്യങ്ങളാണ് നോക്കുന്നത്. സോറി, 3rd trimester 2 കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന്, കുട്ടിക്ക് ഗ്രോത്ത് ഓക്കെയാണോ എന്നുള്ളത്, ഇത്രയും നാൾ നമ്മൾ വിചാരിച്ചത്ര ഗ്രോത്ത് കുട്ടിക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത്. രണ്ടാമത്, ചില അബ്നോർമാലിറ്റീസ് 5-ാം മാസത്തിൽ കാണില്ല. ചില അബ്നോർമാലിറ്റീസ് ആദ്യമായിട്ട് കാണുക 3rd trimester അപ്പോൾ ആ 3rd trimester അതിന് ലേറ്റ് ഓൺസെറ്റ് അല്ലെങ്കിൽ ലേറ്റ് ഇവോൾവിങ് അനോമലീസ് എന്ന് പറയും. അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ നോക്കണം. അതുകൊണ്ടാണ് ചിലർ പറയാം 5-ാം മാസം സ്കാൻ ചെയ്തു ഒന്നും കണ്ടില്ല, പിന്നെ കുട്ടിക്ക് എങ്ങനെയാണ് 3rd trimester പ്രശ്നങ്ങൾ വരുന്നത്. അത് വരുന്നത് വെച്ചാൽ ആ ഒരു ഡിഫറെൻറ്റ് സബ്സെറ്റ് ഓഫ് അനോമലീസ് ഉണ്ട്. അത് ആ സമയത്ത് മാത്രമേ വരുള്ളൂ. അത് 5-ാം മാസത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ 5-ാം മാസത്തിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് ആയിരിക്കും. അത് പ്രത്യക്ഷത്തിൽ നമുക്കറിയാൻ പറ്റില്ല. പ്രത്യക്ഷത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ 3rd trimester വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് 3rd trimester അബ്നോർമാലിറ്റി കാണുമ്പോൾ ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് 5-ാം മാസത്തെ സ്കാൻ ശരിക്കും ചെയ്തില്ല അല്ലെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളത്. അത് പുതിയതായിട്ട് ആ സമയത്ത് വരാൻ സാധ്യതയുള്ള അബ്നോർമാലിറ്റീസ് ആണ്. ഇപ്പൊ ഈ പ്രഗ്നൻസി സമയത്ത് വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് വെരി നോർമൽ. ഹൗ മച്ച് വെയിറ്റ് ഗെയിൻ ഇസ് നോർമൽ? വി വുഡ് സേ അറൗണ്ട് ഒരു 14-15 kgs ആണ് മാക്സിമം നമ്മൾ പറയാം. ഓൺ എ റഫ് ബേസിസ് മേ ബി 2 kgs per month പറയും. ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിൻ വരുന്നുണ്ടെങ്കിൽ ദെൻ ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് എ സൈൻ ഓഫ് എൻ അബ്നോർമാലിറ്റി. അത് ചിലപ്പോൾ വെറുതെ ഭക്ഷണം കഴിച്ചാലും വരാം. എന്നാലും ചിലപ്പോൾ BP വരാൻ സാധ്യതയുള്ള ആൾക്കാർക്കും അങ്ങനെ പെട്ടെന്ന് വെയിറ്റ് ഗെയിൻ വരും. ഒരു ഷോർട്ട് സ്പാനിൻ്റെ സമയത്ത് ഭയങ്കരമായിട്ട് വെയിറ്റ് ഗെയിൻ വരികയാണെങ്കിൽ അമ്മയ്ക്ക് നീര് വരുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ ദാറ്റ് മൈറ്റ് ബി എ മാർക്ക് ഫോർ പ്രീഎക്ലാംസിയ എന്ന് പറഞ്ഞ അസുഖമുണ്ട്, ഈ BP വരുന്ന അസുഖം. അപ്പോൾ നോട്ട് ഓൾ വെയിറ്റ് ഗെയിൻ ഇസ് ഓക്കെ. ഒരു റഫ്ലി അറൗണ്ട് 2 kgs per month ഇസ് ഫൈൻ. അതിലും കൂടുതൽ വെയിറ്റ് വെക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം വേണമെങ്കിൽ ഒന്ന് കുറച്ച് കുറയ്ക്കാം. ബിക്കോസ് മെയിൻലി ആൾക്കാരുടെ ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 പേർക്ക് കഴിക്കണം. ഒരു 2 പേരുണ്ട്, അപ്പോൾ നമ്മൾ 2 പേര് കഴിക്കണം. പക്ഷെ ആ രണ്ടാമത്തെ ആളാകെ 300 gram അല്ലെങ്കിൽ 400 gram ഉള്ള ആൾക്കാർ ആലോചിക്കുന്നില്ല. നമ്മുടെ 70 kilo ഉള്ള വേറൊരാൾ തന്നെയാണ് നമ്മൾ മനസ്സിൽ കണ്ടിട്ട്. അപ്പോൾ 70 കിലോന് വേണ്ടി കഴിക്കുമ്പോൾ ടോട്ടലി നമ്മുടെ ശരീരത്തിലാണ് പിടിക്കുക. കുട്ടി വലിച്ചെടുക്കുന്നത് കുട്ടിക്ക് ആവശ്യമുള്ള മാത്രം, ബാക്കി നമ്മുടെ ശരീരത്തിൽ തന്നെ നിൽക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഫാറ്റായിട്ട് മാറും. അതുകൊണ്ടാണ് പോസ്റ്റ് പ്രഗ്നൻസി ഓവർ വെയിറ്റ് വരുന്നതും വെയിറ്റ് ലോസിന് കഷ്ടപ്പെടുന്നതും. അപ്പം അത്യാവശ്യം നോർമലി നമ്മൾ കഴിക്കണ പോലെ കഴിക്കുക. നോർമലി നമ്മൾ കഴിക്കുമ്പോൾ ചെയ്യാത്ത ചില കാര്യങ്ങളുണ്ടാവും. ന്യൂട്രീഷ്യസ് ഫുഡ് അത്ര നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യില്ല. നമ്മൾ കുറച്ച് ചോറും കറിയൊക്കെ കഴിക്കും, പക്ഷെ ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കില്ല. അതൊന്ന് ബാലൻസ്ഡ് ആക്കിയാൽ മതി. അതാണ് പ്രോപ്പർ പ്രഗ്നൻസിയിൽ ചെയ്യേണ്ടത്. നമ്മൾ ബാലൻസ് ചെയ്യുക. ക്വാണ്ടിറ്റി കൂട്ടണം എന്നൊന്നും ഒരിക്കലും പറയില്ല. കഴിക്കുന്ന സാധനത്തിൽ അത്യാവശ്യം പ്രോട്ടീൻസ്, അത്യാവശ്യം ഫാറ്റും കാർബോഹൈഡ്രേറ്റ്സും മിനറൽസും ഒക്കെ ഉള്ള നല്ല ഒരു ഹോൾസം ഡയറ്റ് കഴിച്ചാൽ